ഗുഡ് മോർണിംഗ് എവരിവൺ. കേരളനാട് ജീവിതങ്ങളൊന്നും മറന്നിട്ടില്ല. ആ ഓർമ്മകളിൽ നിന്ന് ഞാൻ അല്പം എന്റെ മോണാക്ടിലൂടെ അവതരിപ്പിക്കും. ഹായ് മഴ, എന്തു രസമാ! ഇതിലിങ്ങനെ തുള്ളി കളിക്കാൻ തോന്നാം. കാലം തെറ്റി പെയ്യുന്ന മഴ, ഇത് ഇവിടെ തോന്നുന്ന എനിക്ക് തോന്നുന്നില്ല. ലോകം ഇവിടെ തീരും, ഒരു ജീവിതമില്ല. എന്ത് തണുപ്പ! മേലിങ്ങനെ കുടയ. രാവും പകലും ഇല്ലാതെ ഇങ്ങനെ മഴ പെയ്താൽ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? വെള്ളം ഇറങ്ങിയിട്ട് വേണം വീട് വരെ പോകാൻ. ആടിനെയും കോഴിനെയൊക്കെ അവിടെ ഇട്ട് പോന്നതല്ലേ. അമ്മേ അമ്മേ, അമ്മ വീട് വരെ പോകുവാണല്ലേ. എന്നാ എന്റെ പുള്ളിക്കൂടെ ഒന്ന് എടുക്കണേ. കുട വടിയ വീട് തന്നെ അവിടെ ഉണ്ടാവോന്ന് അറിയില്ല. എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആയിഷ, എത്ര പറഞ്ഞിട്ടാ അറിയോ അച്ഛൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു പുള്ളിക്കുട വാങ്ങി തന്നത്. അമ്മ വീട്ടിൽ പോകുമ്പോ അത് എടുക്കാൻ പറഞ്ഞിട്ട് വഴക്ക് പറയാ. അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാലോ. മഴത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാനോ? എനിക്കും മോഹമുണ്ട് കുട ചൂടി സ്കൂളിൽ പോകാനൊക്കെ. സ്കൂൾ മഴ തോന്നാൻ സ്കൂളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ആയിഷ, മഴ തോന്നാൻ സ്കൂൾ തുറക്കില്ലേ? നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാമല്ലോ. വീട്ടിൽ വെള്ളം കയറിയപ്പോ ബുക്കൊക്കെ നനഞ്ഞു. പുതിയ ബുക്ക് കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല. എത്ര പേജിലാണല്ലോ നിറം കൊടുക്കാനുള്ളത്. ഒന്ന് നിർത്തിയാണെന്റെ കുട്ടിയാളെ, ഇതൊക്കെ ശരിയാവും. ജീവൻ തിരിച്ചിട്ടീന്നെ വലിയ കാര്യ. എത്ര ആൾക്കാരെ മരിച്ചു കിടക്കുന്നേ. അല്ല, ആ കുട്ടി ഏതാ? കുറെ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആ കുട്ടി നമ്മുടെ രാജന്റെ മോളല്ലേ? മോള് രാജന്റെ മോളല്ലേ? ആ ഉമ്മ. അച്ഛനും അമ്മയും എവിടെയാ? അവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ വണ്ടിയിൽ കയറിയതാ. എന്റെ അച്ഛൻ എവിടെ? എന്റെ അമ്മ എവിടെ? ആ പോലീസ് അങ്കിൾ പറഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന്. മോള് വിഷമിക്കല്ലോ, അവരിപ്പോൾ ഇവിടെ എത്തും. അല്ല, അവരെങ്ങോട്ട് പോയതാ? വലിയച്ഛന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാനെന്ന് പറഞ്ഞ് പോയതാ. ആ കുന്നുമുകളിലേക്കാണോ പോയത്? ടിവിയിൽ കണ്ടില്ലേ? ആ കുന്നുമുകളൊക്കെ പൊട്ടി ഒലിച്ചു പോയെന്ന്. അച്ഛാ, അമ്മയെ കാണണം, അച്ഛനെ കാണണം. മോള് വിഷമിക്കണ്ടോ. ഞാൻ എന്റെ ആശനെ പോലെ പൊന്നുപോലെ നോക്കും. കൂട്ടുകാരെ, മതമില്ല, ജാതിയില്ല, സ്നേഹം മാത്രം. നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. താങ്ക് യു ടു ഓൾ.